ഇഷ്ടംമാതിരി ഫോട്ടോഷൂട്ട് ഏരിയകളുണ്ട്. എന്ത് രസമായിട്ട് അതൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടായാലും ഒരിക്കലും വെള്ളം ഒഴിച്ചണയ്ക്കാനൊന്നും പറ്റില്ല. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ വീടണയും. നമ്മുടെ കിച്ചൻ്റെ സ്ലാബിനടിയിലായിരിക്കുന്നത്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി വാൽവ്. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. വയനാട് കൽപ്പറ്റയാണുള്ളത്. കൽപ്പറ്റ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്, വയനാട് പുഷ്പോത്സവം. അപ്പം അത് കാണാൻ വേണ്ടി വന്നതാണ്. വൈകുന്നേരം ഒരു 6 മണിയാകാനായി. അപ്പം ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത്. ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ കേട്ടോ. റോഡ് പാർക്കിംഗ്, വിശാലമായ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ. വയനാട് പുഷ്പോത്സവം. ടിക്കറ്റിന് ഒരാൾക്ക് 60 രൂപ. 60 രൂപ. ഡിസംബർ 31 വരെ. ആളുകൾ ആയി വരുന്നുള്ളൂ. എല്ലാവരും രാത്രിയാകാൻ കാത്തിരിക്കും. ഇവിടെ ഒരു തോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്ലവറിനോട്. പല രീതിയിലുള്ള പല തരത്തിലുള്ള പുഷ്പങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്കൊക്കെ അറിയാൻ മാതിരി. ഏതായാലും ക്യാമറയിൽ കാണുന്നതിനായിട്ടും എത്രയോ അധികം കൂടുതൽ ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. എത്രയോ അധികം ഫോട്ടോഷൂട്ട് ഏരിയകളുണ്ട്. നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല, അത്രയും കൂടുതൽ ഏരിയകൾ ഫോട്ടോഷൂട്ടിനായിട്ടുണ്ട്. അത്രയും കൂടുതൽ പുഷ്പങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവർ. ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് മൊത്തം ഭാഗം. അതേമാതിരി നമ്മൾ നടക്കുന്ന ഭാഗങ്ങളൊക്കെ ഇവർ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്, കാരണം മഴ പെയ്ത് ചളിയൊന്നും ആവില്ല. കണ്ടോ, ഇഷ്ടംമാതിരി ഫോട്ടോഷൂട്ട് ഏരിയകളുണ്ട്. എന്ത് രസമായിട്ട് അതൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്.
ഇവിടെ നമുക്ക് ചെടികളും തൈകളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. എല്ലാം ഒരുക്കിയിട്ടുണ്ട്. തൈകൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. മാവ് പ്ലാവുകൾ എല്ലാ ഐറ്റങ്ങളും മേടിക്കാം. മിതമായ വിലയാണ്, വിലയൊക്കെ കുറവാണ്. എല്ലാ ഐറ്റവും ഉണ്ട്. വിയറ്റ്നാം വേറലി പ്ലാവ്, സീസൺ മാവുകൾ, ചെടികൾ, തൈകൾ, ഇവരുടെ ചെമ്പരത്തി, ഡാലിയ, ഹയാൻഡസ് എല്ലാ ഫ്രൂട്ടുകളൊക്കെ മേടിക്കാം. എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. റോസൊക്കെ ആയിരിക്കും 100 രൂപയാണ്. ഇതെല്ലാം വിൽക്കാൻ വെച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇവിടുന്ന് ചെടികൾ മേടിച്ച് പോകാം. ഇതൊക്കെ കൊടുക്കാനുള്ള തന്നെ സുഹൃത്തുക്കളെ, ഇതൊക്കെ വിൽക്കാൻ വെച്ചതാണ് കേട്ടോ. ഈ റോസുകളൊക്കെ ഇതെത്ര വരുന്നത്? ഈ റോസുകളൊക്കെ ചെടികൾക്കൊക്കെ 100 രൂപ വരുന്നുള്ളൂ. പലതരം ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാളുകൾ തുടങ്ങുകയാണ്. പൂന്തോട്ടം ഉണ്ടാക്കാം, പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം. ഡാലിയുടെ വിത്തുകൾ മലയാളം 10% ഓഫ് ഗ്യാസ് ലീക്കേജ് ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവും. സേഫ്റ്റി വാൽവ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധാ റെഗുലേറ്ററാണ്. ഒരു ലീക്കേജ്, ഒരു തീപിടുത്തമുണ്ടെങ്കിൽ നമ്മൾ വന്ന് ഓഫ് ചെയ്യണം. ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവില്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സിലിണ്ടറിൻ്റെ മേഖല വെക്കണം. അത് ഭാരത്, ഇന്ത്യൻ, HP ഗവൺമെൻറ്റിൻ്റെ 3 സിലിണ്ടറിൽ നമുക്കിത് വെക്കാം. ഏറ്റവും വലിയ അപകടം എന്ന് വാഷർ ലീക്കേജ് ആയിരിക്കും. നമ്മുടെ വീട്ടിലുള്ള സാധാ റെഗുലേറ്റർ വാഷർ ഡാമേജ് ആയിരിക്കും. പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് സേഫ്റ്റിയാണ്. ഇത് വെച്ച് ഓൺ ചെയ്തു. ഇതിൻ്റെ മേലാണ് നമ്മുടെ സാധാ റെഗുലേറ്റർ വെക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ അളവ് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഗ്യാസിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും. ഈ മീറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഈ കുറ്റിയിലുള്ള ഗ്യാസിൻ്റെ അളവാണ്. ഇതിപ്പോൾ ഫുൾ കുറ്റി കാലിയാകുമ്പോഴത്തേക്ക് റെഡിൽ വരും. അത് നമുക്കറിയാൻ പറ്റും. രണ്ടാമത് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം തിളച്ച അല്ലെങ്കിൽ പാല് തിളച്ച എന്തെങ്കിലും കാരണവശാൽ അണഞ്ഞു പോയി നമ്മുടെ വീട്ടിലുള്ള സാധാ റെഗുലേറ്റർ 70% ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് തരും. ഇതൊരു കാരണവശാലും ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തില്ല. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി കഴിഞ്ഞു. ഇതാണല്ലോ ഇവിടെ ട്രിപ്പ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഗ്യാസ് വരുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്യാസ് വരണമെങ്കിൽ നമുക്ക് ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഗ്യാസ് വരുന്നുള്ളൂ. ഓക്കെ. ഇനി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്യൂബ് ഇളവേ മുറിയെ ചെയ്താൽ പറ്റും. ഗ്യാസ് ലീക്കാവും, തീ പിടുത്തോണ്ടോ. ഞാൻ ഈ ട്യൂബ് ഇളക്കണം സാറേ. ആ മീറ്റർ നോക്കണം. ട്യൂബ് കത്തിക്കൊണ്ടിരിക്കണം, ആ മീറ്റർ നോക്കണം. അത് നോക്കാം. ഓഫായി കഴിഞ്ഞു. ഓഫായിട്ടോ? അത് ഓഫായി. ഇവിടുത്തെ ഗ്യാസ് പോലും വരുന്നില്ല. നമ്മുടെ വീട്ടിലാണെങ്കിലോ ഇതുപോലൊരു തീപിടുത്തം ഉണ്ടായി വേണ്ടോ. ഇതുപോലൊരു തീപിടുത്തം ഉണ്ടായാലും ഒരിക്കലും വെള്ളം ഒഴിച്ചണയ്ക്കാനൊന്നും പറ്റില്ല. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ വീടണയും. നമ്മുടെ കിച്ചൻ്റെ സ്ലാബിനടിയിലായിരിക്കുന്നു. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി വാൽവ്. സുഹൃത്തുക്കളെ, വളരെ ഉപകാരപ്പെട്ടൊരു സാധനമാണ് ഇത്. കയറുന്നതിന് 3ാമത്തെ ഷോപ്പ് കേട്ടോ. ഇവിടെ വന്നാൽ ഇത് ലഭിക്കും. ഒരു പാക്കറ്റ് 20 രൂപയാണ് കേട്ടോ. നമ്മൾ സ്കൂളിലും മദ്രസയിലൊക്കെ പോയിരുന്ന സമയത്ത് നമ്മൾ കഴിച്ചിരുന്ന എല്ലാതരം മിഠായികളും ഇവിടെ ലഭ്യമാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുടെ ശേഖരം. ഇഷ്ടമാതിരി സ്റ്റാളുകളുണ്ട് കേട്ടോ ഇവിടെ ഒരുക്കിയത്. പർച്ചേസിങ്ങിനൊക്കെ പല്ലി, പാറ്റയൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ടാണ് അടുക്കള ഭാഗങ്ങളിലെ കിച്ചണിലെ കബോർഡിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി. പല്ലി, പാറ്റ, ഉറുമ്പ്, എലി, എട്ടുകാലി ഇതൊക്കെ ഉണ്ട് ആട്ടാ. എല്ലാത്തിനും പറ്റും. നാച്ചുറൽ ആയുർവേദ പച്ചമരുന്ന് ഉണ്ടാക്കിയാണ്. ആയുർവേദത്തിലാണ്.
കോഴിക്കോട് ഹലുവ ഇവിടെ ലഭ്യമാണ് കേട്ടോ. പലതരത്തിലുള്ള, പല നിറത്തിലുള്ള, പല രുചിയിലുള്ള, പല ടേസ്റ്റിലുള്ള ഹലുവകൾ. ചക്കലുവല്ലേ? ചക്കലുവ മാത്രമല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ചക്കലുവ ആയിട്ടില്ല, ബാക്കി എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. വീട്ടുപയോഗ സാധനങ്ങൾ 20, 30, 40, 50 മുതലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട്. ഇതിനെത്ര? വെജിറ്റബിൾ കട്ടിങ് കേട്ടോ, 100 രൂപ. അത് കട്ട് ചെയ്താൽ മതി ഒന്ന് ചെറുതായിട്ട്. അതിനകത്ത് കൂട്ടി പിടി, കയ്യിൽ വാങ്ങുന്ന പീസ് കൂട്ടി പിടിച്ചിട്ട് കട്ട് ചെയ്തു. ഇതേ അളവിലൊക്കെ. ഇത് പീലർ, കട്ട് പീലറും കൂടെ വരും. തൊലികളെയാണ് പീലറും. രണ്ടും കൂടെയാണ് അല്ലേ? ഇതാണ് കേട്ടോ ഫുഡ് കോർട്ട്. ഭക്ഷണം വാങ്ങി ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഇവിടെ ഗെയിമുകളുടെ ഏരിയ ആണ് കേട്ടോ മൊത്തത്തിൽ. King